ലൂസിഫർ 2. അന്യായം അണ്ണാ, അന്യായം. എന്റെ പ്രസിഡന്റ് വെടിച്ചില്ലി സാധനം. ഇവന്മാർക്കെല്ലാം ഒരു അഭിപ്രായമാണുള്ളത്. ഞാൻ വ്യത്യസ്തനാവേണ്ട സമയമായിരിക്കുന്നു. മണ്ടന്മാരായ മോഹൻലാൽ ഫാൻസ് അത് നിന്റെ അച്ഛൻ എന്താ എണിച്ചു പോടാ. ഇന്നെന്റെ കയ്യിലിരിക്കുന്നവൻ വാങ്ങും. എമ്പുരാൻ ഓടിയാലുണ്ട്, ഓടിയിലുണ്ട്, നിനക്കല്ല എന്ത് ഉണ്ടേ കിട്ടണ. മോന്ത കുറ്റിക്ക് ഒറ്റ പൂശുന്നുണ്ടല്ലോ. ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലോ. രാവിലെ 6 മണിക്ക് പടം കാണാൻ വേണ്ടി പോണു. നീ നിന്റെ കുടുംബത്തെ വെച്ച് ഓർക്കടാ. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തയെ അടിച്ച് പൊളിച്ചളെ അറിയാം നിനക്ക്. പേപ്പട്ടി കുത്തിങ്ങനെ മരുന്ന് കുത്തി നിന്നെ കൊല്ലില്ല. എമ്പുരാൻ പൊളിയുമോ? ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. കാരണം ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറിയിരിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ സിനിമയുടെ ഭാഗമാവുന്നില്ല. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. അതാണ് എമ്പുരാൻ പൊളിയുമോ എന്ന് ചോദിക്കാം. ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറി. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ എന്തുകൊണ്ട് എമ്പുരാന്റെ ഭാഗമാവുന്നില്ല? എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? എമ്പുരാൻ സാമ്പത്തികമായിട്ട് സക്സസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് 3 day കളക്ഷൻ കൊണ്ട് പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കണ ശങ്കരൻകുട്ടി? വായിക്കോടാ. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. ജോക്കറെ, നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. അങ്ങനെ നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ ഇറങ്ങാൻ പോവാൻ മാർച്ച് 27 രാവിലെ 6 മണിക്ക്. എമ്പുരാൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കും, സൂപ്പർ പടമായിരിക്കും. മണ്ടന്മാരായ മോഹൻലാൽ ഫാൻസ് നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ ഇറങ്ങാൻ പോവാൻ മാർച്ച് 27 രാവിലെ 6 മണിക്ക് പടം കാണാൻ വേണ്ടി പോണു. നീ നിന്റെ കുടുംബത്തെ വെച്ച് ഓർക്കടാ. രാവിലെ 6 മണിക്ക് എമ്പുരാൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കും, സൂപ്പർ പടമായിരിക്കും. എങ്ങനെ ഇരിക്കണം? ഇരുട്ടിക്കുന്നതിൽ അമളി പറ്റി ഉരുളി കമത്തി ഉണ്ടായ തിണ്ടി ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അതോടെ അതിനുശേഷം തുടരും ലാലുകം തുടങ്ങാൻ പോവാണ്. ലാലേട്ടൻ അറടിക്കുകയാണ്. വൃത്തികെട്ടവൻ.